ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ വട്ടയപ്പമാണ്. റെഡിയല്ലേ? അതിനായി ഞാൻ എടുത്തിരിക്കുന്നതിന് 300 ഗ്രാം പച്ചരിയാണ്. ഇന്നലെ തന്നെ വെള്ളത്തിലിട്ടതാണ്, കുതിർത്തെടുത്തിരിക്കുകയാണ്. അത് കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ പഴയഞ്ചോറ് അതും ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ ജീരകം, ചെറിയ ജീരകമാണ്, ഈസ്റ്റ്, ഏലക്ക, ഇതെല്ലാമാണ് അതിൻ്റെ ചേരുവകൾ. ആദ്യമേ തന്നെ ഞാൻ അരി അരയ്ക്കാൻ പോവുകയാണ്. ഞാൻ മിക്സിയിലേക്ക് മാറ്റുകയാണ്. ആദ്യമേ അരി അരച്ച് നന്നായി അരയ്ക്കണം. അതിനാണ് ഇന്നലെ തന്നെ കുതിർക്കാൻ വെച്ചത്. നന്നായി കുതിർന്നാൽ മാത്രമേ നന്നായി അരയത്തുള്ളൂ. ഒരു കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് ചേർക്കുകയാണ്, അല്ലെങ്കിൽ അരയേല. അതിനായിട്ട് ഒരു കുറച്ച് വെള്ളം, പിന്നെ അതിനോടൊപ്പം ഞാൻ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ്, അപ്പത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ജീരകമല്ലേ, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അരച്ചെടുത്തു. അതിനുശേഷം ഞാൻ അതിലേക്ക് ചോറ് ചേർക്കുകയാണ്. നല്ല മയം കിട്ടാൻ വേണ്ടിയാട്ടോ ഈ ചോറ് ചേർക്കുന്നത്. ബാക്കി വന്ന ചോറ് അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തത്. എല്ലാം അരച്ചെടുത്തു, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിരുന്നത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ അരച്ച മാവിൻ്റെ കൂടെ ചേർക്കുകയാണ്. എങ്കിലേ നല്ല മയം കിട്ടത്തുള്ളൂ. അതിനാണ് തേങ്ങ ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തേ ഉള്ളൂ കേട്ടോ. ഞാനിനി പഞ്ചസാര ചേർക്കാൻ പോവാണ് മധുരത്തിനായിട്ട്. അതെല്ലാം ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് കൂടുതലും കുറവൊക്കെ ചേർക്കുന്നത്. ഈസ്റ്റ്, പുളിക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്യണം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് എടുത്ത് ഞാനിതെല്ലാം കൂടി കുറച്ച് 7-8 മണിക്കൂർ വേണം ഇത് പുളിച്ച് കിട്ടാൻ വേണ്ടി. പുളിച്ച് പൊങ്ങി വരാൻ ഒരു 7 to 8 hours വേണം. കണ്ടോ, നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ രുചി കിട്ടണമെങ്കിൽ കുറച്ച് സ്വല്പം ഉപ്പ് ചേർക്കണം. നല്ല രുചി വേണമെങ്കിൽ ഉപ്പ് ചേർക്കാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ നന്നായി ഇളക്കുകയാണ്. കണ്ടോ, മാവ് നല്ലപോലെ പൊങ്ങി വന്നു കേട്ടോ. 7 മണിക്കൂറായപ്പോഴേക്കും പൊങ്ങി വന്നു. 8 മണിക്കൂർ എടുത്തില്ല. 7 hours ആയപ്പോഴും നന്നായി പൊങ്ങി കണ്ടോ. നല്ല പൊങ്ങി നല്ല മയത്തോടെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ, കശുവണ്ടിപ്പരിപ്പിന് പകരം ഞാൻ തേങ്ങയാണ് വറുത്തെടുത്തിരിക്കുന്നത്. വട്ടയപ്പത്തിലേക്ക് ചേർക്കാൻ വേണ്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ് ഈ തേങ്ങ. ചെറിയ നെയ്യിലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പാത്രത്തിലേക്ക് മാറ്റി, എല്ലാം കൂടെ അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടി ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയതെല്ലാം കൂടെ. ഇനി ഞാൻ തേങ്ങ വറുത്ത് വെച്ച് അതിന് മുകളിലിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണെന്ന്. കശുവണ്ടിപ്പരിപ്പിന് പകരം നമുക്ക് എന്ത് വേണം ചേർക്കാം. തേങ്ങയോ മുന്തിരിങ്ങയോ ഉണക്കമുന്തിരിങ്ങയില്ല, അതോ എന്ത് വേണം നമുക്ക് ചേർക്കാം കേട്ടോ. ഞാൻ അടുപ്പയിലോട്ട് മാറ്റി. കണ്ടോ, നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് അപ്പം കണ്ടോ. കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.